അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ധാരാളമായി ഓർക്കപ്പെടുന്ന ഒരു മാസം എന്ന രീതിയിൽ അറിയപ്പെടുന്ന റബീഉൽ അവ്വലിലാണ് നമ്മളുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്നുള്ളതാണ് റബീഉൽ അവ്വൽ മാസത്തിന്റെ സവിശേഷത എന്ന നിലയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എപ്പോഴാണ് എന്നതിന് ഏകീകരിച്ച ഒരു അഭിപ്രായമേ ഉണ്ടായിട്ടില്ല. മാനക്കലഹ വർഷമാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ 15 വർഷം മുമ്പാണെന്നും ഒക്കെ ഏതാണ്ട് 5ഓളം അഭിപ്രായങ്ങൾ പ്രവാചകന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്റെ ജനനം റബീഉൽ അവ്വൽ എന്ന് മാത്രമല്ല, മുഹറത്തിലോ സഫറിലോ റജബിലോ റമദാനിലോ ആയേക്കാമെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തീയതി തന്നെയും 5ഓ 7ഓ തീയതികളുമാണ്. പറഞ്ഞു വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നാലിന്ന ദിവസം ഇത്രാം തീയതി ജനിച്ചു എന്നതിന് കൃത്യമായ അല്ലെങ്കിൽ ഏകീകരിച്ച ഒരു അഭിപ്രായം ഇല്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് വിട പറഞ്ഞത് റബീഉൽ അവ്വൽ 12-നാണ്, തിങ്കളാഴ്ചയാണ്, കാലത്ത് 10 മണിക്കാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ ദിവസം ഭയാനകമായിരുന്നു. യഥാർത്ഥത്തിൽ പതറിപ്പോയ, മദീന തന്നെ പതറിപ്പോയ ദിവസമായിരുന്നു അത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വിയോഗം കേട്ട് പൊട്ടിക്കരഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാവുന്നതാണ്. വാളൂരിക്കൊണ്ട് ആരാണ് എന്റെ പ്രവാചകൻ മരിച്ചു എന്ന് പറയുന്നത് എന്ന് പ്രഖ്യാപിച്ച് ആക്രോശിക്കുക പോലും ഉണ്ടായി. സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അവർക്ക് പ്രവാചകന്റെ വിയോഗം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളോട് തന്നെ ഇഷ്ടം കുറഞ്ഞുപോയി, വെറുത്തുപോയി ഞങ്ങളെ തന്നെ എന്നാണ്. മദീന കരയുകയായിരുന്നു. പല സഹാബിമാർക്കും ബോധക്ഷയം പോലും വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് വിട്ട് സിറിയയിൽ അഭയം തേടി. പ്രവാചകനോടൊപ്പം ജീവിച്ച നാളുകൾ അദ്ദേഹത്തെ വല്ലാതെ പതിച്ചുകൊണ്ടിരുന്നതിനാൽ പ്രവാചകന്റെ വിയോഗശേഷം മദീനയിൽ ജീവിക്കാൻ കഴിയാതെ വന്ന ബിലാൽ റളിയല്ലാഹു അൻഹു സിറിയയിലേക്കാണ് പോയി അവിടെയാണ് ജീവിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തത്. അത്ര വലിയൊരു ദുഃഖം മദീന അതിനു മുമ്പോ ശേഷമോ അനുഭവിച്ചിട്ടില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ നടന്ന ഈ ഏറ്റവും പ്രയാസകരമായ അനുഭവം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേദനിക്കുന്ന അനുഭവം തന്നെയാണ്. ഓരോ മനുഷ്യനും ജനിക്കും, ജീവിക്കും, മരിക്കും. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളവും അത് പുലരുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകൻ പലപ്പോഴും പറഞ്ഞതാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും, സംഭവിച്ചു. എന്നാൽ ആ പ്രവാചകന്റെ ജീവിതം, അതിലെ ഓരോ നിമിഷങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം മാതൃകയാണ്. നമ്മൾ അവലംബിക്കേണ്ടുന്ന, നമ്മുടെ ജീവിതവുമായി കൂട്ടിച്ചേർക്കേണ്ടുന്ന കാര്യങ്ങളാണ് അതിലൊക്കെയുമുള്ളത്. ആ പ്രവാചകനെ കുറിച്ചുള്ള ഓർമ്മകൾ പ്രവാചകനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ നമ്മിൽ നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്, നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഖുത്ബയിൽ പറഞ്ഞു, മൻ അഖത്ത മിൻഹുമാൽ, ആരോടെങ്കിലും ആരുടെയെങ്കിലും സ്വത്ത് ഞാൻ അപഹരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പ്രവാചകൻ പറയുകയാണ്, അവസാനമായി ക്ലിയർ ആക്കുകയാണ്. വിശുദ്ധമായ രീതിയിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകാനുള്ള ഒരുക്കമായിരുന്നു പ്രവാചകൻ നടത്തിക്കൊണ്ടിരുന്നത്. മൻ അഖത്ത മിൻഹുമാല, ആരുടെയെങ്കിലും മാൽ, സമ്പത്ത്, സ്വത്ത് ഞാൻ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഫഹാദാ മാലി, പ്രവാചകന്റെ വളരെ ചെറിയ ശുഷ്കമായ സമ്പത്ത് കാണിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ഇതാ എന്റെ സ്വത്ത്, ഇതാ എന്റെ സമ്പത്ത്, ഫൽയഖുദുഹു മിന്നി, ആർക്ക് വേണമെങ്കിലും അതെടുക്കാം. മൻ സബത്തു ലഹു ഇർളാ, ഞാൻ ആരുടെയെങ്കിലും അഭിമാനത്തിന് ക്ഷതം ഏൽപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയും ഉണ്ടായിട്ടില്ല. പ്രവാചകൻ പറയുകയാണ്, ആരുടെയെങ്കിലും അഭിമാനത്തിന് ഞാൻ ക്ഷതം ഏൽപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഫഹാദാ ഇർളി, ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. ഫൽ യഖ്തസു മിൻഹു, എന്നെ ചോദ്യം ചെയ്യാം നിങ്ങൾക്ക്, എന്റെ അഭിമാനത്തിൽ നിങ്ങൾക്ക് ക്ഷതം വരുത്താം. ക്ലിയർ ചെയ്യണം, മനസ്സിലൊന്നും ബാക്കിയായി പോകരുത്.
ആരുടെയെങ്കിലും മനസ്സിൽ എന്നെക്കുറിച്ചൊരു നീരസം ബാക്കിയായി പോയിട്ടുണ്ടെങ്കിൽ അതിവിടെ വെച്ച് ക്ലിയർ ചെയ്യണം, അതിന് പകരം ചെയ്യണം. പ്രവാചകൻ പറഞ്ഞു, ഞാൻ ആരെയെങ്കിലും ശാരീരികമായി പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പീഡിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എന്റെ ശരീരമിതാ നിങ്ങൾക്ക് മുമ്പാകെ, നിങ്ങൾക്ക് എന്നോട് പ്രതികാരം ചെയ്യാം, എന്നെ തല്ലാം, എന്നെ വിമർശിക്കാം, എന്നെ കുറ്റപ്പെടുത്താം, ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന റജുലുൻ ഖയ്യറഹുല്ലാഹു ബൈന മാ ഇൻദഹു വബൈന സീനത്തൽ ഹയാത്തുദ് ദുനിയാ. പടച്ചവന്റെ ഒരു അടിമ അല്ലാഹുവിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ദുനിയാവിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും സമർപ്പിച്ചപ്പോൾ, അള്ളാഹുവിന്റെ ഒരു അടിമ, ആരാണ് അടിമ? അത് പ്രവാചകനാണ്. പ്രവാചകൻ തന്നെ കുറിച്ച് പറയുകയാണ്, തന്റെ മുന്നിൽ ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളും അവതരിപ്പിച്ചു, വേണമെങ്കിൽ എടുക്കാം, കുറച്ചു കാലം കൂടി ഇവിടെ സുഖാസ്വാദനത്തോടെ ജീവിക്കാം, വേണോ എന്നുള്ള ഒരു ചോദ്യം. മറുപക്ഷത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും, അത് രണ്ടും മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചപ്പോ പ്രവാചകൻ പറയുകയാണ്, അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് അവൻ തെരഞ്ഞെടുത്തത്, അഥവാ ഞാൻ പ്രവാചകൻ തെരഞ്ഞെടുത്തത്. എന്ന് വെച്ചാൽ ദുനിയാവിലെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. ദുനിയാവിൽ ഇനി ആസ്വാദ്യകരമായ അനുഭൂതി നൽകുന്ന ഒരു ജീവിതം എനിക്ക് മോഹമില്ല, ആഗ്രഹമില്ല. എന്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം എന്നെ മാടി വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചപ്പോ സഹാബികൾക്ക് ആകെ വിഷമമായി പോയി. സഹാബികൾക്ക് മനസ്സിലായ കാര്യം, ഇത് വിട പറയുന്നതിന്റെ, ഇത് ഈ പ്രവാചകൻ നമ്മിൽ നിന്നും അകന്നു പോകുന്നതിന്റെ വാക്കുകളാണല്ലോ. പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ എത്ര സമ്പന്നരാണെങ്കിലും നിങ്ങളുടെ സ്വത്ത് സഹായകരമാവാത്ത ആ ദിവസം വന്നെത്തും മുമ്പ് ഇതാ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഇവിടെ വെച്ച് വകവെച്ചു കൊടുക്കണേ. മറ്റുള്ളവരുടെ അവകാശങ്ങൾ, അത് സ്വത്ത് വിഷയം മാത്രമല്ല, നേരത്തെ പ്രവാചകൻ സൂചിപ്പിച്ചതുപോലെ ആരോടെങ്കിലും പെരുമാറ്റത്തിലോ മറ്റോ നീരസം പോലും ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ ക്ലിയർ ചെയ്യണം. പടച്ചവൻ എപ്പോഴാണ് നമ്മെ തിരിച്ചു വിളിക്കുക എന്നറിയില്ല. നമ്മളൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളൊക്കെ പറയാറുണ്ട്, ആരോടെങ്കിലും ഈ മയ്യത്തിന് വല്ല പ്രയാസവും ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കണം. ഖബറിലേക്കുള്ള യാത്രയാണ്. ഇത്തരമൊരു പ്രയാസവുമായിട്ട് പോയാൽ അവിടെ പ്രയാസപ്പെടേണ്ടി വരും മരിച്ചാൽ. അതുകൊണ്ട് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്ന് മരിച്ച ശേഷം നമ്മൾ പറയുന്ന പ്രവാചകൻ പഠിപ്പിക്കുന്ന എന്താ? ജീവിതകാലത്ത് തന്നെ അത് ക്ലിയറാക്കി കൊള്ളണം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ, പ്രവാചകൻ ഒരുപാട് ക്ലേശം സഹിച്ച് ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ് പ്രബോധനം നടത്തിയത്. നമുക്കറിയാം, മക്ക വിട്ട് മദീനയിലേക്ക് വരെ പാലായനം ചെയ്യേണ്ടി വന്നു. ഒരുപാട് കൊടിയ മർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു. അങ്ങനെ ക്ലേശമൊക്കെ സഹിച്ച് അവസാനം മക്കും ഫത്ഹും കഴിഞ്ഞ ശേഷം ഇസ്ലാം അങ്ങനെ വളരുകയാണ്. അറബി അനറബ് നാടുകളിൽ നിന്നൊക്കെ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സന്തോഷകരമായ ആഹ്ലാദകരമായ നിമിഷങ്ങളാണത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും വന്നു കിട്ടിയാൽ, ജനങ്ങൾ അല്ലാഹുവിന്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ, നിന്റെ രക്ഷിതാവിനെ നീ സ്തുതിക്കുക, അല്ലാഹുവിനെ നീ സ്തുതി അർപ്പിക്കുക, നീ അവനെ പ്രകീർത്തിക്കുക, അവന് നീ സ്തുതി അർപ്പിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക. എന്നിട്ടോ നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. പ്രവാചകനോട് പറയാം. നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ടുന്ന കാര്യം ഖുർആനിലൂടെ പ്രവാചകനോട് കൽപ്പിക്കുകയാണ്, പ്രവാചകനിലൂടെ നമ്മോട് കൽപ്പിക്കപ്പെടുകയാണ്. എന്താണ്? നീ പാപമോചനം തേടുകയും ചെയ്യുക എന്ന് വെച്ചാൽ അവസാനത്തിന്റെ സമയം അടുത്തിരിക്കുന്നു എന്ന സൂചനയാണ് ഈ സൂറയിലൂടെ ഉണ്ടായത് എന്ന് സഹാബികൾ പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്നു, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നു കിട്ടിയാലെന്ന സൂറത്ത് നബി ഇറക്കിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൽ നിന്ന് താൻ വിടവാങ്ങാനിരിക്കുന്നുവെന്ന് പ്രവാചകനും മനസ്സിലാക്കി.
മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തെ യമനിലേക്ക് ഗവർണറായി പറഞ്ഞേക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഓ മുആദ്, ഒരുപക്ഷെ ഈ വർഷത്തിന് ശേഷം നിനക്ക് എന്നെ കാണാൻ സാധിച്ചുവെന്ന് വരില്ല. മുആദ് ബിൻ ജബലിനെ യമനിലേക്ക് ഗവർണറായി പറഞ്ഞയക്കുകയാണ്. ഈ ഒരു വർഷത്തിന് ശേഷം നിനക്കെന്നെ കാണാൻ സാധിച്ചുവെന്ന് വരില്ല. ഒരുപക്ഷേ എന്റെ പള്ളിക്കരികിലൂടെ പോകുമ്പോൾ എന്റെ ഖബറിനരികിലൂടെയായിരിക്കും നീ കടന്നു പോവുക. അപ്പൊ മുആദ് ബിൻ റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോൾ ഉടനെ കരഞ്ഞുപോയി. പ്രവാചകൻ ഇല്ലാതായി പോകുക എന്നുള്ളത് അവർക്ക് സഹിക്കുന്ന കാര്യമായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തളർത്തുന്ന കാര്യമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവിടുന്ന് രോഗാവസ്ഥയിൽ എന്റെ വീട്ടിൽ കഴിയാനായി മറ്റു ഭാര്യമാരോടൊക്കെ സമ്മതം ചോദിക്കുകയും അവരൊക്കെ അനുവദിക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്ന ശേഷം പ്രവാചകൻ ഒന്ന് കുളിക്കാൻ, ശരീരത്തിലേക്കൊന്ന് വെള്ളമൊഴുക്കാൻ വല്ലാത്ത വേദന അനുഭവപ്പെടുകയാണ്. തലവേദനയും ഒക്കെയായി പ്രവാചകൻ പ്രയാസപ്പെടുമ്പോൾ പ്രവാചകൻ പറയുകയാണെന്ന് തന്നെ നനക്കൂ, കുളിപ്പിക്കൂ. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹഫ്സ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു പാത്രമുണ്ട്, കുറച്ചൊരു വലിയൊരു പാത്രം. അതിലേക്ക് പ്രവാചകനെ ഇരുത്തി ആയിഷ വന്നിട്ട് വെള്ളം ഒഴുക്കിക്കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് പള്ളിയിൽ നമസ്കാരത്തിനായി ബാങ്ക് വിളിക്കാനായി ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു. അപ്പോൾ പ്രവാചകൻ പറയുകയാണ്, വയ്യാത്തത് കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് നമസ്കാരത്തിന് നേതൃത്വം നൽകട്ടെ. ആദ്യമായി പ്രവാചകനല്ലാത്ത ഒരാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഒരു സന്ദർഭം വന്നെത്തിയിരിക്കുന്നു. പ്രവാചകൻ യാത്ര ചോദിക്കുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് നേതൃത്വം നൽകട്ടെ. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ കൂടിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ പിതാവ് ദുർബല ഹൃദയനാണ്, അദ്ദേഹത്തിന് ഇമാമിനായി നിന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയില്ല, കരഞ്ഞു പോകും, ദുർബല ഹൃദയനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ നിർത്തണ്ട എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയും പ്രവാചകൻ വീണ്ടും ആവർത്തിച്ച് അബൂബക്കർ തന്നെ നമസ്കാരത്തിന് നേതൃത്വം നൽകട്ടെ എന്ന് കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ തുടങ്ങുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഒരു കൈ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും മറുകൈ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ചുമലിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഇഴഞ്ഞ് പ്രയാസപ്പെട്ട് പള്ളിയിലേക്ക് കയറി. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പിന്നിൽ നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നമസ്കരിച്ചു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ അന്ത്യനിമിഷത്തിലെ ഓരോന്നും കൃത്യമാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒന്നുപോലും ആർക്കും അതെന്താ പറഞ്ഞതെന്ന് അറിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല, ഒരു സംശയം പോലും ഉണ്ടായിട്ടില്ല. രോഗം കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസത്തോളം വീട്ടിൽ തന്നെയായിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിൽക്കുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട് ആ മദീന പള്ളിയോട് ചേർന്നുകൊണ്ടാണ് പ്രവാചകന്റെയും വീട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിലെ വിരി നിവർത്തി പള്ളിയിലേക്ക് നോക്കുകയാണ്. ഇപ്പൊ സഹാബികൾ പറയുന്നു, പ്രവാചകന്റെ മുഖം വല്ലാത്തൊരു അനുഭവമായിരുന്നു. അന്ന് വരെ കാണാത്തതിനപ്പുറം പ്രവാചകന്റെ മുഖം കണ്ടപ്പോ വല്ലാത്തൊരു കൊതി തോന്നിപ്പോയി, ഇഷ്ടം തോന്നിപ്പോയി, കൂടുതൽ. പ്രവാചകൻ പിന്നെ വിരി താഴ്ത്തി. അത് പ്രവാചകന്റെ വഫാത്തിന്റെ തലേ ദിവസമായിരുന്നു. പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടായിരുന്നു വഫാത്തായത്. ബോധക്ഷയം വന്നുകൊണ്ടിരുന്നു ഇടക്കിടക്കൊക്കെ. അപ്പൊ ബോധം വരുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം വരുന്ന സന്ദർഭത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ പ്രവാചകൻ പതിവ് പോലെ പാരായണം ചെയ്തുകൊണ്ട് തന്റെ കയ്യിലൂതി തന്റെ ശരീരം തടവുമായിരുന്ന സൂറത്തുകൾ ഓതി തടവി. അന്നത്തെ ദിവസം പ്രവാചകന് വയ്യായിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആ കയ്യിൽ ഞാൻ ഊതുകയും പ്രവാചകന്റെ കൈ ഞാൻ എടുത്തുകൊണ്ട് പ്രവാചകന്റെ ശരീരം തടവി കൊടുക്കുകയും ചെയ്തു. അവസാന സന്ദർഭത്തിലും പ്രവാചകൻ പറയുകയാണ്, ഒരു സന്ദർഭത്തിൽ ബോധം വന്നപ്പോ പ്രവാചകൻ പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അല്ലാഹുവിന്റെ ശാപം ജൂതനസാറാക്കളുടെ മേലുണ്ടാവട്ടെ. അവർ അവരുടെ നബിമാരുടെ കബറുകളുടെ ആരാധനാ കേന്ദ്രമാക്കി. കബർ പൂജ.
ഖബർ ആരാധനാ കേന്ദ്രമാക്കുന്നതിനെതിരെ അവസാന നിമിഷത്തിൽ പോലും പ്രവാചകൻ ശക്തമായ താക്കീത് നൽകി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുകയാണ്. കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച് അങ്ങനെ ആ കൈ താണു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയും രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്. ഈ വിയോഗം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിലും അപ്പുറമാണ്. എന്നാൽ ഈ വിയോഗത്തെ മറന്നുകൊണ്ടാണ്, ഈ വിയോഗത്തെ അവഗണിച്ചുകൊണ്ടാണ് ഈ മാസത്തിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ, തോരണങ്ങളും പായസവും ബിരിയാണിയും ഒക്കെയായി വല്ലാത്തൊരാഘോഷം സത്യവിശ്വാസികളെന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജാഗ്രത പാലിക്കണം പ്രിയപ്പെട്ടവരെ. അത് ഇസ്ലാമുമായി ബന്ധമുള്ള ആചാരമേ അല്ല. ചരിത്രം തന്നെ നാം മനസ്സിലാക്കണം. ഹിജ്റ 4-ാം നൂറ്റാണ്ടിലാണ് അവർ വായിച്ചു കൊണ്ടിരിക്കുന്ന മൗലൂദ് എന്ന സംഗതി തന്നെ ഉണ്ടായിരിക്കുന്നത്. അത് കൊണ്ടുവന്നിരിക്കുന്നതോ ഫാത്തിമി ഖലീഫമാരാണ്. അതായത് ഷിയാക്കളുടെ ഷിയാ വിഭാഗത്തിൽപ്പെട്ട ഫാത്തിമി ഖലീഫമാരാണ് മൗലൂദുകൾ കൊണ്ടുവന്നത്. ഹിജ്റ 362 അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. അതിനുശേഷം അതിനടുത്ത നൂറ്റാണ്ട്, അതിനടുത്ത നൂറ്റാണ്ട്, അതിനടുത്ത നൂറ്റാണ്ട് എന്ന് പ്രവാചകൻ 3 നൂറ്റാണ്ടുകളെ സവിശേഷമായി വിശേഷിപ്പിച്ചു, സവിശേഷമായി പറഞ്ഞു. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് ആ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ഹിജ്റ 362 ഈജിപ്തിലെ ഒരു ഷിയാ ഖലീഫയായ അൽ മുഇസ്സുദ്ദീനില്ല എന്ന മനുഷ്യൻ ഈ മൗലൂദ് എന്ന സംവിധാനം അല്ലെങ്കിൽ അത് ആദ്യമായി ഒരുക്കിക്കൊണ്ടുവരുന്നത്. പ്രവാചകന്റേത് മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ, ഹസൻ, ഹുസൈൻ എന്നിവരുടെയും മൗലൂദും അപ്പോ ആ സന്ദർഭത്തിൽ വന്നിരുന്നു. പിന്നീട് അത് സുന്നി എന്ന് അറിയുന്ന ആളുകളിലേക്ക്, മദ്ഹബിന്റെ ആളുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. അത് വ്യാപിച്ചിരിക്കുന്നത് ഏതാണ്ട് ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ്. ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ്. അതായത് പ്രവാചകൻ വഫാത്തായി 600 വർഷങ്ങൾക്ക് ശേഷം ഇറാഖിൽ പെട്ട അൽ മാലിക് മുസഫർ അബൂ സഈദ് എന്ന രാജാവ് എന്ന് പറയപ്പെടുന്ന ആളാണ് അത് കൊണ്ടുവന്നത് 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം. ഇതാണ് മൗലൂദ് എന്ന വലിയ പുണ്യമുള്ള കാര്യമാണ്. പ്രവാചകനെ സ്നേഹിക്കണമെങ്കിൽ അത് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന ഇതിന്റെ അവസ്ഥ. ഇതിനെക്കുറിച്ച് ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തീർച്ചയായും മൗലൂദിന്റെ അടിസ്ഥാനം ബിദ്അത്താണ്. അത് 3-ാം നൂറ്റാണ്ട് വരെയുള്ള നല്ലവരായ സലഫീങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നേ ഇല്ല. പ്രവാചകൻ അത് കാണിച്ചു തന്നിട്ടില്ല. പ്രവാചകന്റെ അവസാന നിമിഷത്തിൽ പോലും എന്റെ ജന്മദിനം ആഘോഷിക്കണേ, അന്നൊരു മധുരം കൊടുക്കണേ, അന്നൊരു പായസം കൊടുക്കണേ, അത് നിങ്ങൾ അലങ്കാരപൂർവ്വം ആഘോഷിക്കണേ എന്ന് ഒരു സന്ദർഭത്തിൽ പോലും പറഞ്ഞില്ല. പ്രവാചകൻ ജീവിച്ചിരിക്കെ അങ്ങനെയൊന്നും നടന്നില്ല. പ്രവാചകന്റെ വിയോഗാനന്തരം സഹാബികളോ താബിയുകളോ താബിയുകളോ അത് നടത്തിയുമില്ല. സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതാണ്. എങ്കിൽ സ്വർഗപ്രവേശനത്തിന് ഈ പറയുന്ന ഏർപ്പാട് അനിവാര്യമേ അല്ല. പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത, സ്വഹാബികൾ അനുസരിച്ചിട്ടില്ലാത്ത ഈ പരിപാടി, ഏർപ്പാട് സ്വർഗം ലഭിക്കാൻ ആവശ്യമേ അല്ല എന്നുകൂടി നാം മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയാണ്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് കണ്ണുകളെ നനയിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിട പറയില്ലേത് എന്നതുപോലുള്ള പ്രഭാഷണം നടത്തി. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഒരു അടിമയാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിലും അതനുസരിക്കണം. നാട്ടിൽ അരാജകത്വം ഉണ്ടാവരുത്, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, സമാധാനമായ അന്തരീക്ഷം നിലനിൽക്കണം. എന്നിട്ട് പറയാണ്, എനിക്ക് ശേഷം ജീവിക്കുന്നവരിൽ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. പ്രവാചകൻ പറയാണ്, എനിക്ക് ശേഷം ജീവിക്കുന്നവരിൽ നമുക്കിടയിൽ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസമുണ്ടാകും.
വഅലൈക്കും ബിസുന്നതി, അപ്പോൾ ഞാൻ സ്വീകരിച്ച മാർഗമേ നിങ്ങൾ സ്വീകരിക്കാവൂ. വസുന്നതി അൽ ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സച്ചരിതരായ സ്വഹാബികൾ, എന്റെ അനുയായികൾ, എന്നോടൊപ്പം ജീവിച്ച ആളുകൾ മാതൃകയാക്കിയ കാര്യങ്ങളെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ഞാൻ അനുവർത്തിച്ച കാര്യങ്ങളും എന്റെ സഹാബികൾ പിന്തുടർന്ന കാര്യങ്ങളുമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് എന്റെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഇയ്യാകും വൽ മുഹദസാത്തിൽ ഉമൂർ, നിങ്ങൾ പുതിയ ആചാരങ്ങളെ സൂക്ഷിക്കണം. എനിക്ക് ശേഷം വരുന്ന, ഞാൻ കാണിച്ചിട്ടില്ലാത്ത, എന്റെ സഹാബികൾ കണ്ടിട്ട് പോലുമില്ലാത്ത, അവർ ഒരിക്കൽ പോലും അനുവർത്തിച്ചിട്ടില്ലാത്ത പുതിയ ആചാരങ്ങൾ അതെന്തുമാവട്ടെ, അതിനെത്ര മോടിയുണ്ടാവട്ടെ, അതിന്റെ പിന്നിൽ എത്ര ആളുകൾ അണിനിരക്കട്ടെ, അതിന് നേതൃത്വം നൽകാൻ വലിയ പണ്ഡിത വേഷഭൂഷാധാരികൾ ഉണ്ടാവട്ടെ, നിങ്ങൾ അതിന്റെ പിന്നാലെ പോകരുത്. നിങ്ങൾ പുതിയ ആചാരങ്ങളെ സൂക്ഷിക്കണം. ഫഇന്ന കുല്ലു മുഹദസത്തിൻ ബിദ്അ, എല്ലാ പുതിയതും തിന്മയാണ്, ബിദ്അത്താണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. പ്രവാചകൻ പറയുകയാണ്, മഹ്ശറയിൽ നാളെ ഞാൻ ഹൗദുൽ കൗസറിനടുത്ത് നിങ്ങൾക്ക് മുമ്പേ എത്തുന്നതാണ്. എന്റെ അടുക്കൽ വന്നവർ അതിൽ നിന്നും കുടിക്കും, പിന്നീട് അവർക്ക് ഒരിക്കലും ദാഹം ഉണ്ടാവുകയില്ല. ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കും, അതിനു ശേഷം അവർക്കാർക്കും ദാഹം ഉണ്ടാവുകയില്ല. അപ്പോൾ ചില ആളുകൾ എന്റെ അടുത്ത് ആ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് വരും. ഞാൻ അവരെ അറിയും, അവർക്ക് എന്നെയും അറിയാം, പരസ്പരം അറിയാവുന്ന ആളുകളാണ്. പിന്നീട് എനിക്കും അവർക്കുമിടയിൽ മറയിടപ്പെടും. അപ്പോൾ ഞാൻ പറയും, അവർ എന്നിൽപ്പെട്ടവരാണല്ലോ. അപ്പോൾ പറയപ്പെടുകയാണ്, താങ്കൾക്ക് ശേഷം അവർ മതത്തിൽ പുതുതായി ഉണ്ടാക്കിയത് താങ്കൾ അറിഞ്ഞില്ല. താങ്കൾക്ക് ശേഷം മതത്തിൽ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കിയവരാണവർ, അത് താങ്കൾക്ക് അറിയില്ലായിരുന്നു. അപ്പോ പ്രവാചകൻ പറയാണ്, സുഹഖൻ സുഹഖൻ ലിമൻ ഗൈറ ബാദി, എന്റെ ശേഷം എന്റെ മതത്തെ വികലമാക്കിയവർ, അതിൽ വ്യതിയാനം വരുത്തിയവർ, പോകൂ പോകൂ, ദൂരേക്ക് പോകൂ എന്ന് ഞാൻ അവിടെ വെച്ച് പറയും. മതത്തിൽ എന്തൊക്കെയോ വരും, അത് കൊണ്ടുവരുന്നത് ശത്രുക്കളല്ല. ശത്രുക്കൾ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാലോ അത് മതത്തിൽപ്പെട്ടതല്ല. അത് കൊണ്ടുവരുന്നത് മിത്രങ്ങളാണെന്ന് കരുതിപ്പോകുന്ന ആളുകളിൽ നിന്നാണ്. മിത്രങ്ങളാണെന്ന് കരുതിപ്പോകുന്ന ആളുകളിൽ നിന്നായിരിക്കും അത് വരിക. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആലു ഇമ്രാനിൽ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കുവാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരാൻ അല്ലാഹുവേ ഉള്ളൂ, അല്ലാഹുവേ ഉള്ളൂ. എന്താണ് മൗലൂദിലെ വരികൾ? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദ ലാക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, ഞാൻ എണ്ണിയാലൊടുങ്ങാത്ത പാപത്തിന്റെ വാഹനത്തിലേക്ക് കയറിപ്പോയി. അതുകൊണ്ട് നബിമാരിൽ ഉത്തമരായവരെ, പ്രവാചകനോട് പറയാ, നബിമാരിൽ ഉത്തമരായവരെ, ഞാനിതാ അങ്ങയോട് എന്റെ ആവലാതി പറയുന്നു. ഇപ്പൊ ഓതിക്കൊണ്ടിരിക്കുന്ന ആളല്ലോ, പ്രവാചകൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഇപ്പം വായിച്ചു കൊണ്ടിരിക്കുന്ന മൗലൂദിലെ വരികളാണിത്. പ്രവാചകൻ ജീവിച്ചിരിപ്പില്ല. വഫാത്തായ, മരണപ്പെട്ടു പോയ, വിട പറഞ്ഞു പോയ പ്രവാചകനോട് ചോദിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? അത് തന്നെയാണ് ദുആ, അത് തന്നെയാണ് ദുആ, സംശയമില്ല. അപ്പൊ ദുആ പോലും, അള്ളാഹുവിന് പുറമെ പ്രവാചകനെ വിളിച്ചുള്ള പ്രാർത്ഥന പോലും മൗലൂദിലുണ്ട് എന്ന അപകടകരമായ കാര്യം കൂടി നാം തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഇതുമായി ബന്ധപ്പെട്ട വേറെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു, ആവർത്തിച്ച് പറയുകയാണ്. അവരുടെ പളവളപ്പൊന്നും കണ്ടിട്ട്, അവരുടെ ജനപിന്തുണയും അവരുടെ വിഭവങ്ങളും ഒന്നും കണ്ടിട്ട് ആരും അതിലേക്ക് മയങ്ങി മറന്നു പോവരുത്. ഇസ്ലാമല്ല അത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.